മൂന്നാം ഭാവാധിപൻ മൂന്നിൽ നിന്നാലെന്ന് പറഞ്ഞാൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന പോലെയുള്ള അതേ ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ മൂന്നാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നോക്കണം. ഇതിന് പറയുന്നത് പരാക്രമഭാവമെന്നും ശൗര്യഭാവമെന്നും പിന്നെ സഹോദരഭാവം അങ്ങനെയൊക്കെയല്ലേ. ഇത് കമ്മ്യൂണിക്കേഷന്റെ ഭാവവും കൂടിയാണ്. പിന്നെ നമ്മുടെ അയൽക്കാരെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. പിന്നെ ചെറിയ ചെറിയ യാത്രകളുടെ ഭാവമാണ്. പിന്നെ ബാക്കിയുള്ള കാരകത്വങ്ങളൊന്നും നോക്കിക്കോണേ. ഇത് നമ്മുടെ കർമ്മത്തിന്റെ കൂടെ ഭാവമായതുകൊണ്ട്, അതായത് നമ്മൾ എത്ര എഫേർട്സ് ഒരെണ്ണത്തിനകത്ത് ഇടുന്നു അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതും നിശ്ചയിക്കുന്നത് ഈ മൂന്നാം ഭാവമാണ്. പിന്നെ ചിലരുടെ അഭിപ്രായത്തിൽ 30 വയസ്സ് തൊട്ടായിരിക്കും ഈ ഭാവത്തിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ ഈ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങൾ കിട്ടുക 30 വയസ്സ് തൊട്ടായിരിക്കും. പാപഗ്രഹങ്ങൾക്കെല്ലാം തന്നെ നല്ലൊരു ഭാവമായിട്ടാണ് ഈ മൂന്നാം ഭാവം. അത് ചാരഫലമായാലും അല്ലാതെ നമ്മുടെ ഈ ഗ്രഹനിലയിലെ സ്ഥിതിയായാലും എല്ലാം നല്ലതായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ മീനൻ രാശിക്കാണെങ്കിൽ മൂന്നാം ഭാവാധിപനായ ശുക്രൻ 8ാം ഭാവാധിപനും കൂടെ ഇല്ല. അന്നേരം അതിനനുസരിച്ച് ദശാകാലത്തിലൊക്കെ വ്യത്യാസം വരും. ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. അതായത് അവർക്ക് ചെറുപ്പത്തിലെ തൊട്ട് നല്ല സ്കില്ലുള്ളവരായിരിക്കും. അതുപോലെ ഇവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ നല്ല കഴിവ് കാണും. അതുപോലെ ഇവർക്ക് നല്ല ഒരു മനസ്സിൽ ഭയങ്കരമായ ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും. സഹോദരങ്ങളും അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളവരായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. അതിന് അയൽക്കാരുമായിട്ടൊക്കെ ഇവർക്ക് നല്ല സഹകരണം കാണും. ചിലരെ കണ്ടിട്ടില്ലേ, അയൽക്കാരിൽ നല്ല ഒറ്റപ്പെട്ട് ജീവിക്കും. ഇവരെങ്ങനെയായിരിക്കത്തില്ല, അയൽക്കാരോടൊക്കെ നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കും. ബിസിനസ്സിലൊക്കെ നല്ല താല്പര്യമായിരിക്കും. ഇവർക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ ബിസിനസ് ചെയ്യുന്നതിലായിരിക്കും താല്പര്യം കൂടുതൽ. ഏത് ഗ്രഹമാണ് നിൽക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ തന്നെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹം അതിൻ്റെ കൂടെ നിന്നാൽ വ്യത്യാസം വരും. ഈ ഗ്രഹത്തിന് വേറെ ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ വ്യത്യാസം വരുവേ. അതിൻ്റെ ബലം അനുസരിച്ചും വ്യത്യാസം വരും. എന്നാൽ പൊതുഫലമാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും ഓർക്കണം. പലരും എഴുത്തുകാരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഈ യാത്രകളൊക്കെ ചെയ്തുകൊണ്ടുള്ള ജോലികളില്ലേ, അതിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു ബസ്സുമായിട്ട് സംബന്ധിച്ച ജോലിക്കാരെല്ലാം അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ കൊണ്ടുള്ള ജോലികൾ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സഹോദരങ്ങളിൽ നിന്നൊക്കെ നല്ല സഹകരണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ഒരു കുടുംബത്തിൽ ജനിക്കാനുള്ള സാധ്യതയുള്ളു. അതുപോലെ ഈ കൂട്ടുകാർ, എപ്പോഴും നല്ല നല്ല കൂട്ടുകാരൊക്കെ കാണും. കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ഇഷ്ടം കാണും. ബന്ധുക്കളുമായിട്ടൊക്കെ നല്ല സഹകരണം കാണും. മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണും. പിന്നെ ഗവൺമെൻറ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല ഒരു സഹകരണം കിട്ടുന്നതായിരിക്കും. എല്ലാ കാര്യത്തിലും നല്ല ധൈര്യമുള്ളവരായിരിക്കും. സ്വന്തമായിട്ട് തന്നെ എല്ലാം നേടണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ളവരായിരിക്കും. ചെറിയ കാലയളവിൽ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ നേടാനായിരിക്കും അവർക്ക് താല്പര്യം കൂടുതൽ. അതുപോലെ ഈ സെയിൽസ് ജോബൊക്കെ ഇല്ലേ, അതിലൊക്കെ താല്പര്യം കാണും. അതായത് മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ. അതുപോലെ ഈ കാലപുരുഷ ചാർട്ടിൽ ഈ മിഥുനമല്ലേ 3ാം രാശി. അപ്പോൾ അത് നമ്മുടെ കൈകൾ, ഷോൾഡേഴ്സ് അങ്ങനെയൊക്കെ, അത് ആ കൈ ഷോൾഡർ കൊണ്ടൊക്കെ ചെയ്യുന്ന ജോലികളിലൊക്കെ ഇവർക്ക് താല്പര്യം കാണും. അതായത് സ്പോർട്സിലൊക്കെ, ഇപ്പോൾ ബൗളിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ നല്ലപോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും. ഏത് കാര്യത്തിലും നല്ല കൃത്യമായിട്ടുള്ള നല്ല നേരായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാമർഥ്യവും ഇവർക്ക് കാണും. പലരും ധനവാന്മാരാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെ നല്ല ഗുണഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഇളയ സഹോദരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളർന്നു പറഞ്ഞാൽ ഇവരായിരിക്കും കുടുംബത്തിലെ ഏറ്റവും ഇളയവർ. ഹോബിയുടെ കൂടെ ഭാവമല്ലേ, അതുകൊണ്ട് പലതരം ഹോബികൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ എപ്പോഴും യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ പല ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കൈയും കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളില്ലേ, അത് ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ താല്പര്യം കാണുകയും അതിന് കഴിവുണ്ടാകുകയും ചെയ്യും. ഇപ്പം ഏത് ഗ്രഹമാണെന്നനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. അതായത് ഇപ്പോൾ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെയധികം താല്പര്യം കാണുക. അതുപോലെ ഓരോ ഗ്രഹങ്ങളുടെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഏത് ഗ്രഹമാണെന്ന് നമ്മൾ നോക്കണം. പിന്നെ 2 ഭാവങ്ങളുടെ ആധിപത്യം ഉണ്ടെങ്കിൽ മറ്റേ ഭാവത്തിൻ്റെ ഫലവും കൂടി വരും. അപ്പോൾ അത് പറയുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഓം നമഃ ശിവായ.